ഇന്നത്തെ നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമർ ലേണിംഗ് സെഷനിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രിപ്പോസിഷൻസ് ആണ്. നമ്മൾ ഇതിനു മുമ്പ് 2 ക്ലാസ്സിൽ പ്രിപ്പോസിഷൻസ് കവർ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പ്രിപ്പോസിഷൻ പഠിക്കുന്നത് ടു, ഫ്രം ആൻഡ് ഫോർ ആണ്. നമുക്ക് എക്സാമ്പിൾ വഴി അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കുന്ന പ്രിപ്പോസിഷൻ ടു ആണ്. ടു എന്ന ആ ഒരു ചെറിയ വേർഡ് നമ്മൾ റെഗുലർ യൂസ് ചെയ്യുന്നതാണ്. അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. ഐ വോക്ക് ടു ദ സ്കൂൾ. അതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. ഇതൊരു ഡയറക്ഷനെയാണ് ഈ സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂവ്മെന്റ് ടുവേഴ്സ് എ പ്ലേസ്. ഞാൻ സ്കൂളിലേക്ക് നടന്നു. ഇവിടെ ടു എന്ന ആ ഒരു ചെറിയ വേർഡിന്റെ അർത്ഥം കെ എന്നാണ്. സാധാരണയായി കെ, ലേക്ക്, ഇൽ, വരെ, വേണ്ടി, നേ ഇങ്ങനെയൊക്കെയാണ് ടു കൊണ്ട് സെന്റൻസിനകത്ത് മീനിങ് വരുന്നത്. നമുക്ക് അടുത്തത് നോക്കാം. ഷീ റാൻ ടു ഹെർ മദർ. അതും ഒരു ഡയറക്ഷൻ ആണ്. മൂവ്മെന്റ് ടുവേഴ്സ് എ പേഴ്സൺ ആണ്. അവൾ അവളുടെ അമ്മയുടെ അരികിലേക്ക് ഓടിപ്പോയി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഹി ഗേവ് ഇറ്റ് ടു ഹിസ് ബ്രദർ. പേഴ്സൺ ഹു റിസീവ്സ് ആണ് ഇവിടെ പറയുന്നത്. അവൻ അത് തന്റെ സഹോദരന് കൊടുത്തു. നെക്സ്റ്റ്, സെൻഡ് ദിസ് മെസ്സേജ് ടു ഓൾ സ്റ്റുഡൻസ്. ഇവിടെ ഗ്രൂപ്പ് റിസീവിങ് സംതിങ്. ഈ ഒരു സന്ദേശം എല്ലാ വിദ്യാർത്ഥികൾക്കും അയക്കൂ എന്നാണ് ഈ ഒരു മെസ്സേജ് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, മൈ ട്യൂഷൻ ടൈം ഈസ് 8 to 10. ഇവിടെ ഈ ഒരു സെന്റൻസ് ടൈമിനെ അല്ലെങ്കിൽ അപ് ടു എ പോയിന്റിനെ സൂചിപ്പിക്കാനാണ് പറയുന്നത്. എന്റെ ട്യൂഷൻ സമയം 8 മുതൽ 10 വരെയാണ്. 10 വരെ എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഇവിടെ 8 to 10 എന്ന് ഉദ്ദേശിക്കുന്നത്. 8 മുതൽ 10 വരെ. നെക്സ്റ്റ്, ഐ റീഡ് ടു ലേൺ. പർപ്പസ് ആണ് ഈ ഒരു സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ പഠിക്കാൻ വായിക്കുന്നു, അതല്ലെങ്കിൽ ഞാൻ പഠിക്കാൻ വേണ്ടി വായിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ദേ കെയിം ഹിയർ ടു ഹെൽപ്പ് അസ്. അതും ഒരു പർപ്പസ് ആണ്. അവർ എന്തിനു വേണ്ടി വന്നു? ആ ഒരു സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പർപ്പസിനെയാണ്. അവർ നമ്മെ സഹായിക്കാൻ ഇവിടെ വന്നത്. നെക്സ്റ്റ്, ഐ പ്രിഫർ ടീ ടു കോഫി. ഒരു കമ്പാരിസനെയാണ് ഈ ഒരു സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിക്ക് കാപ്പിയേക്കാൾ ചായയാണ് ഇഷ്ടം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഹെർ റിയാക്ഷൻ വാസ് സിമിലർ ടു മൈൻ. അതും ഒരു കമ്പാരിസൺ ആണ്. അവളുടെ പ്രതികരണം എന്റേത് പോലെ ആയിരുന്നു എന്നാണ് ഈ ഒരു സെന്റൻസിന്റെ അർത്ഥം. നെക്സ്റ്റ്, ഷീ ഈസ് മാരീഡ് ടു എ ഡോക്ടർ. ഈ ഒരു സെന്റൻസ് റിലേഷൻഷിപ്പിനെയാണ് കാണിക്കുന്നത്. അവൾ ഒരു ഡോക്ടറെ വിവാഹം കഴിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ഷീ ഈസ് കൈൻഡ് ടു ആനിമൽസ്. ഒരു ആറ്റിറ്റ്യൂഡ് അതല്ലെങ്കിൽ ഫീലിംഗ് ടുവേർഡ്സ് സംതിങ്. അവൾ മൃഗങ്ങളോട് കരുണയുള്ള കുട്ടിയാണ്. ഇത്രയുമാണ് ടു ചേർത്ത് നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കുന്നത്. ഓരോ സിറ്റുവേഷൻസിലും എങ്ങനെയാണ് ടു വരുന്നത് എന്നുള്ളത് ഈ ഒരു എക്സാമ്പിൾസ് വായിച്ചാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകും. 1-2 പ്രാവശ്യം വായിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ടു യൂസ് ചെയ്യുന്നതെന്ന് ക്ലാരിറ്റി കിട്ടും. ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും അത് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അടുത്തത് നോക്കാം. ഫ്രം എന്ന പ്രിപ്പോസിഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് എക്സാമ്പിളിൽ കൂടെ മനസ്സിലാക്കാം. ഏതൊക്കെ സിറ്റുവേഷൻ ആണെന്നും മനസ്സിലാക്കിയെടുക്കാം. ഫസ്റ്റ് വൺ, ദേ കെയിം ഫ്രം ഡൽഹി യെസ്റ്റർഡേ. അവര് ഇന്നലെ ഡൽഹിയിൽ നിന്നാണ് വന്നത് എന്നാണ് ഇതിന്റെ മലയാളത്തിലുള്ള അർത്ഥം. ഒരു ഒറിജിൻ ഓഫ് പ്ലേസിനെയാണ് ഇവിടെ പറയുന്നത്, ഡൽഹിയിൽ നിന്ന്. ഫ്രമിന്റെ മീനിങ് ഇവിടെ നിന്ന് എന്നാണ്. അടുത്തത്, ഐ ആം ഫ്രം ലണ്ടൻ. അതും ഒരു ഒറിജിൻ ഓഫ് പ്ലേസ് ആണ് പറയുന്നത്. ഞാൻ ലണ്ടനിൽ നിന്നാണ് എന്നാണ്. ഇവിടെയും ഫ്രമിന്റെ മീനിങ് നിന്നാണ് അല്ലെങ്കിൽ നിന്ന് എന്നുള്ള മീനിങ് ആണ്. നെക്സ്റ്റ്, ദിസ് ഗിഫ്റ്റ് ഈസ് ഫ്രം മൈ ബ്രദർ. അതും ഒരു സോഴ്സ്, ഹു ഗേവ് എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഗിഫ്റ്റ് എന്റെ സഹോദരനിൽ നിന്നുള്ളതാണ്. നെക്സ്റ്റ്, ദ ഷോപ്പ് ഈസ് ഓപ്പൺ ഫ്രം 9 AM to 6 PM. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇൻ ടൈം ആണ് അവിടെ കൊടുത്തേക്കുന്നത്. ഈ ഷോപ്പ് 9 മണി മുതൽ 6 മണി വരെ തുറന്നിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. നെക്സ്റ്റ്, അർജുൻ വോക്ക് ഫ്രം ഹിസ് ഹോം ടു സ്കൂൾ. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് മൂവ്മെന്റ് ആണ് അവിടെ കൊടുത്തേക്കുന്നത്. അർജുൻ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് നടന്നു, അതാണ് പറയുന്നത്. നെക്സ്റ്റ്, ഹി ഈസ് സഫറിങ് ഫ്രം കോൾഡ്. ഒരു കോസിനെയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു റീസൺ ആണ്. അവൻ കോൾഡ് ബാധിച്ച് ബുദ്ധിമുട്ടുകയാണ്. നെക്സ്റ്റ്, ഹി ഡൈഡ് ഫ്രം ഹാർട്ട് അറ്റാക്ക്. ഒരു കോസ് ആണ്. അവൻ ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചിരിക്കുന്നു. കോസ് ഓഫ് ഡെത്ത് ആണ് കൊടുത്തേക്കുന്നത്.
നെക്സ്റ്റ് ഹി ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഹിസ് ബ്രദർ. ഇവിടെ ഒരു ഡിഫറൻസ് ഷോ ചെയ്യുകയാണ്. അവൻ തൻ്റെ സഹോദരനിൽ നിന്ന് വ്യത്യസ്തനാണ് എന്നാണ് ആ ഒരു സെൻറ്റൻസിന്റെ അർത്ഥം. നെക്സ്റ്റ് ഷീ ടുക്ക് ദ വാട്ടർ ബോട്ടിൽ ഫ്രം ദ ഫ്രിഡ്ജ്. ഇവിടെ ടേക്കൺ അവേ ആണ്, അല്ലെങ്കിൽ സോഴ്സ് ഓഫ് റിമൂവൽ. അവൾ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളക്കുപ്പി എടുത്തു. നെക്സ്റ്റ് ദ തീഫ് ടുക്ക് ദ മണി ഫ്രം ഹെർ ബാഗ്. അത് ടേക്കൺ അവേ ആണ്. കള്ളൻ അവളുടെ ബാഗിൽ നിന്ന് പണം എടുത്തു. ഇവിടെയൊക്കെ ഫ്രമിന്റെ മീനിങ് വന്നേക്കുന്നത് നിന്ന് എന്നുള്ളതാണ് മോസ്റ്റ് ഓഫ് ദ പ്ലേസ്. ഒരെണ്ണം കൂടെ മനസ്സിലാക്കാം. ദ ചീസ് ഈസ് മെയ്ഡ് ഫ്രം മിൽക്ക്. ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തതിന് അവിടെ കാണിച്ചിരിക്കുന്നത് പാൽ കൊണ്ടാണ് പനീർ നിർമ്മിച്ചിരിക്കുന്നത്. ദ ചീസ് ഈസ് മെയ്ഡ് ഫ്രം മിൽക്ക്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫ്രം ചേർത്ത് മനസ്സിലാക്കിയത്. ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ സെന്റൻസിലും ഫ്രമിന്റെ മീനിങ് നിന്ന് എന്നാണ് വന്നിരിക്കുന്നത്. അവളുടെ ബാഗിൽ നിന്ന് പണം എടുത്തു, ഈ ഒരു മീനിങ്. ശരിക്കൊന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏത് ഒരു ക്വസ്റ്റ്യൻ വന്നാലും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പ്രിപ്പോസിഷൻ 4 ആണ്. നമുക്ക് എക്സാമ്പിൾ 1 by 1 മനസ്സിലാക്കാം. ഹി വെയിറ്റഡ് ഫോർ മീ ആൻ അവർ. ഈ ഒരു സെന്റൻസ് കൊണ്ട് ഡ്യൂറേഷൻ അല്ലെങ്കിൽ ഹൗ ലോങ് എന്നുള്ള മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അവൻ എന്നെ 1 മണിക്കൂർ കാത്തിരുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വി ലിവ്ഡ് ഇൻ ലണ്ടൻ ഫോർ 10 years. ഇവിടെയും ഈ ഒരു സെന്റൻസ് ഡ്യൂറേഷനെ കാണിക്കുന്നതാണ്. ഞങ്ങൾ ലണ്ടനിൽ 10 വർഷം താമസിച്ചിരുന്നു എന്നാണ് ആ ഒരു സെന്റൻസിന്റെ അർത്ഥം. ഹിസ് ഫാദർ ബോട്ട് എ മോട്ടോർ ബൈക്ക് ഫോർ ഹിസ് ബർത്ത്ഡേ. ഒരു പർപ്പസ് ആണ് അല്ലെങ്കിൽ ഒരു ഒക്കേഷനെയാണ് ഈ ഒരു സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവന്റെ പിറന്നാളിന് അവന്റെ അച്ഛൻ ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഐ കെയിം ഫോർ എ മീറ്റിംഗ്. പർപ്പസ് ആണ് ഈ ഒരു സെന്റൻസ് കൊണ്ട് പറയുന്നത്. ഞാൻ ഒരു മീറ്റിങ്ങിന് വേണ്ടി വന്നു. ഇവിടെ ഫോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേണ്ടി എന്നുള്ള ഒരു അർത്ഥമാണ്. ദ മീറ്റിംഗ് ഈസ് ഷെഡ്യൂൾഡ് ഫോർ മൺഡേ. ഈ ഒരു സെന്റൻസ് ഷെഡ്യൂൾ ടൈമിനെ കാണിക്കുന്നതാണ്. മീറ്റിംഗ് മൺഡേയിലേക്ക് നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഹി സ്പോക്ക് ഫോർ ദ എൻറ്റയർ ടീം. ഇവിടെ ഒരു റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിനെയാണ് ഈ ഒരു സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവൻ മുഴുവൻ ടീമിന് വേണ്ടി സംസാരിച്ചു. വേണ്ടി എന്നർത്ഥമാണ് ഫോറും കൊണ്ട് വന്നേക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ സെന്റൻസ് നമുക്കറിയാം വേണ്ടി എന്നർത്ഥമാണ് ഫോറും കൊണ്ട് വരുന്നത്. ദിസ് പാക്കറ്റ് ഈസ് ഫോർ യു. റെസിപ്പൻ്റ് ആണ് ഇവിടെ ഹു റിസീവ് സംതിങ്. അതാണ് ഈ ഒരു സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പാക്കറ്റ് നിനക്ക് വേണ്ടിയുള്ളതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ദിസ് പാക്കറ്റ് ഈസ് ഫോർ യു. ഇവിടെയും വേണ്ടി എന്നുള്ള അർത്ഥം തന്നെയാണ് വരുന്നത്. ദിസ് ബാഗ് ഈസ് ഫോർ ട്രാവലിംഗ്. ഈ ഒരു സെന്റൻസ് കൊണ്ട് ഒരു പർപ്പസ് അല്ലെങ്കിൽ വാട്ട് ഇറ്റ് ഈസ് യൂസ് ഫോർ അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ബാഗ് യാത്രയ്ക്കാണ് ഉപയോഗിക്കുന്നത്. ഇത്രയും എക്സാമ്പിൾസ് ആണ് ഇവിടെ ഫോറും കൊണ്ട് നമ്മൾ ലേൺ ചെയ്തത്. നന്നായി വായിച്ച് മനസ്സിലാക്കി നമുക്ക് ഫോർ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പഠിക്കാം. ഇന്ന് നമ്മൾ പഠിച്ച ഈ 3 പ്രിപ്പോസിഷനും നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു പുതിയ ലേണിംഗ് സെഷനുമായിട്ട് നമുക്ക് ഉടനെ കാണാം. ടിൽ ദെൻ ബൈ.